വെൽക്കം. റഹ്മാനാണ്. നമ്മൾ പത്തോളജി സെൽ ഇഞ്ചുറി വീഡിയോ സീരീസിൽ സെൽ ഡെത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെൽ ഡെത്ത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് മുമ്പുള്ള രണ്ട് വീഡിയോസ്, ഒന്ന് നെക്രോസിസ് ആയിരുന്നു, നെക്രോസിസ്, രണ്ടാമത്തത് അപ്പോപ്റ്റോസിസ് ആയിരുന്നു. സോ ഇത് രണ്ടാണ് പ്രധാനപ്പെട്ട സെൽ ഡെത്ത് മാർഗങ്ങൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ രണ്ട് മാർഗങ്ങൾ അല്ലാതെ മറ്റു ചില തരം സെൽ ഡെത്തുകൾ കൂടി, സോ അവയെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. സോ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഒന്ന് നെക്രോപ്റ്റോസിസിനെ കുറിച്ചിട്ടാണ്, രണ്ട് പൈറപ്റ്റോസിസിനെ കുറിച്ചും, മൂന്ന് ഫെറപ്റ്റോസിസ് ആൻഡ് നാലാമത്തത് അനോയിക്കിസ് എന്നതിനെ പറ്റിയുമാണ്. ഇതിൽ ആദ്യത്തെ മൂന്നിന്റെയും പേര് അവസാനിക്കുന്നത് തന്നെ അപ്പോപ്റ്റോസിസ് എന്നുള്ള വാക്ക് കൊണ്ടാണ്. അപ്പോപ്റ്റോസിസ്. സോ പ്രോഗ്രാംഡ് സെൽ ഡെത്ത് തന്നെയാണ് ഇതെല്ലാം. പ്രോഗ്രാം സെൽ ഡെത്ത്. സോ ദീസ് ആർ ബേസിക്കലി അതർ ഫോംസ് ഓഫ് അപ്പോപ്റ്റോസിസ് തന്നെയാണ് ഇതെല്ലാം. അപ്പൊ അവസാനത്തേതോ അനോയിക്കിസ്. അനോയിക്കിസും ഓൾമോസ്റ്റ് ലൈക്ക് ഇൻട്രിൻസിക് പാത്വേ. നമ്മൾ അപ്പോപ്റ്റോസിസിൽ ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് പഠിച്ചു. അതിൽ ഇൻട്രിൻസിക് പോലെ തന്നെയുള്ള ഒരു ഏകദേശം അപ്പോപ്റ്റോസിസ് ആണ്. സോ ഇതും അപ്പോപ്റ്റോസിസ് പാത്വേ ഒക്കെ തന്നെയാണ്. പക്ഷെ എല്ലാത്തിനും നമ്മൾ നേരത്തെ പറഞ്ഞ അപ്പോപ്റ്റോസിസ് എന്ന് പറഞ്ഞ സംഭവങ്ങളിൽ നിന്നും ചെറിയ ചെറിയ ചില വ്യത്യാസങ്ങൾ, സെൽ മോർഫോളജിയിൽ വ്യത്യാസം ഉണ്ടാകും, പാത്വേസ് ഡിഫറെന്റ് പാത്വേസ് ആയിരിക്കും, ദെൻ ബയോകെമിക്കൽ പ്രോസസ്സസും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് നെക്രോപ്റ്റോസിസ്. സോ ഇവിടെ അപ്പോപ്റ്റോസിസും ഉണ്ട്, നെക്രോസും ഉണ്ട് അല്ലെ. അപ്പോപ്റ്റോസിസും ഉണ്ട്, നെക്രോയും രണ്ടുമുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എ ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് ഓഫ് നെക്രോസിസ് ആൻഡ് അപ്പോപ്റ്റോസിസ്. രണ്ടിന്റെയും ഹൈബ്രിഡ് ആണ്. അപ്പോപ്റ്റോസിസിൽ എങ്ങനെയായിരുന്നു? സെൽസ് വിൽ ഷ്രിങ്ക് എന്നാണ് നമ്മൾ പറയുന്നത്. ഷ്രിങ്കേജ് ഓഫ് സെൽസ് ഉണ്ട് എന്നാണ് നമ്മൾ. സെൽ മെംബ്രെയിന് ഡാമേജ് ഇല്ല. പക്ഷെ നെക്രോസിസിലെ സെൽ സ്വെല്ലിംഗ് ആണ് നമ്മൾ പറയുന്നത്. സെൽ സ്വെല്ലിംഗ് ഉണ്ട്, സെൽ ലൈസിസ് ഉണ്ട്, ആൻഡ് ഓൾസോ ഇൻഫ്ലമേഷൻ ഉണ്ട്. ഇതാണ് അതിന്റെ കാർഡിനൽ സൈൻസ്. അപ്പോൾ നെക്രോപ്റ്റോസിസിൽ എന്തായിരിക്കും നമുക്ക് നോക്കാം എന്താണ് ഉണ്ടാവുക. ആൻഡ് ഇതൊരു പ്രോഗ്രാംഡ് സെൽ ഡെത്ത് തന്നെയാണ്, പക്ഷെ അപ്പോപ്റ്റോസിസ് അല്ല. കാരണം ഇതിൽ രണ്ടാമത്തെ പോയിന്റ്, നോ ആക്ടിവേഷൻ. ആരായിരുന്നു ആക്ടിവേറ്റ് ചെയ്തിരുന്നത് അപ്പോപ്റ്റോസിസിൽ? കാസ്പേസസ് ആണ്. സോ കാസ്പേസസിന്റെ ഈ വാക്ക് ഇമ്പോർട്ടന്റ് ആണ്. ആക്ടിവേഷൻ കാസ്പേസസ് ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാകും, പക്ഷേ ആക്ടിവേഷൻ ഓഫ് കാസ്പേസസ് ഇല്ല. അപ്പോപ്റ്റോസിൽ ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞ കാപ്സേസസ്? ഒന്ന് ഇനീഷ്യേറ്റർ കാപ്സേസ് ഉണ്ട്. ഇനീഷ്യേഷൻ കാപ്സേസ് ഏതൊക്കെയായിരുന്നു? 8ഉം 9ഉം ആണ് നമ്മൾ പറഞ്ഞത്. ദെൻ എക്സിക്യൂഷണറി കാപ്സേസസ് നമ്മൾ പറഞ്ഞത് 3, 6, 7. സോ ഇതൊന്നും ഇവിടെ ഇല്ല, ഇതൊന്നും ഇവിടെ ആക്ടിവേറ്റഡ് ആകുന്നില്ല. സോ അപ്പൊ ഇതിന് നോ ആക്ടിവേഷൻ ഓഫ് കാസ്പേസ് ആകുമ്പോൾ സെക്കൻഡ് പോയിന്റ് എന്താണ്? ദിസ് ഈസ് കാസ്പേസസ് ഇൻഡിപെൻഡന്റ് പാത്വേ ആണ്, ഇൻഡിപെൻഡന്റ് സെൽ ഡെത്ത് ആണ് നമുക്ക് പറയാം. സോ ഇതിനപ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രോഗ്രാംഡ് നെക്രോസിസ് എന്നും വിളിക്കാമല്ലോ, പ്രോഗ്രാം നെക്രോസിസ് എന്നും പറയാം. ആൻഡ് മൂന്നാമത്തെ പോയിന്റ്, അപ്പോപ്റ്റോസിസ് പോലെ തന്നെയാണ്, അതുകൊണ്ട് ദിസ് ഈസ് ആക്റ്റീവ് പ്രോസസ് ആണ്. എനർജി വേണം. നെക്രോസിസിൽ എനർജി വേണ്ടായിരുന്നു. ഇനി നാലാമത്തെ പോയിന്റ്, ഇതിലും അപ്പോപ്റ്റോസിസ് പോലെ തന്നെ രണ്ട് തരം സെൽ ഡെത്ത് നടക്കാം. ഒന്ന് ഫിസിയോളജിക്കൽ ആണ്, ഫിസിയോളജിക്കൽ സെൽ ഡെത്ത് നടക്കാം, ആൻഡ് ഓൾസോ pathological. So this necroptosis can be physiological and pathological. Necrosis only pathological ആയിരുന്നു. അപ്പോപ്റ്റോസിസ് ബോത്ത് രണ്ടും ഉണ്ട്. ഇതിൽ നെക്രോപ്റ്റോസിസിൽ ഇത് രണ്ടും ഉണ്ട്. അപ്പൊ ഫിസിയോളജിക്കലിന്റെ ഉദാഹരണം നമ്മൾ പറയണം. ഉദാഹരണം നമ്മളുടെ മെമേലിയന്റെ ഗ്രോത്ത് പ്ലേറ്റ് ഫോർമേഷൻ ആണ് നമ്മൾ നെക്രോപ്റ്റോസിസിന് ഉദാഹരണമായിട്ട്. പാത്തോളജിക്കൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഉദാഹരണം അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസിൽ ഇത് സംഭവിക്കുന്നുണ്ട്. ദെൻ സൈറ്റോമെഗാലോ വൈറസ് ഇൻഫെക്ഷൻ, CMV ഇൻഫെക്ഷൻസ് വൈറൽ നോർമലി അപ്പോപ്റ്റോസിസ് തടയുകയാണ്. അപ്പോപ്റ്റോസിസിനെ തടയുമ്പോൾ അവിടെ നെക്രോപ്റ്റോസിസ് ആണ് ഉണ്ടാവുക. ദെൻ മൂന്നാമത്തെ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ്. അങ്ങനെയുള്ള ഡിസീസസിൽ ഉദാഹരണം ഹണ്ടിങ്ടൺ ഡിസീസ് ആയിരിക്കാം, അൾഷീമേഴ്സ് ആയിരിക്കാം, ALS, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇത് ഉണ്ട്. ദെൻ നാലാമത്തെ ഒരു എക്സാമ്പിൾ സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസിലും ഇത് സംഭവിക്കാം. ഇനി ക്രോൺസിൽ വരാം, MI, അതിനകത്തൊക്കെ ഇത് സംഭവിക്കാം. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ പാത്വേ, ഇത് എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് പറയുന്നത്. സോ മെക്കാനിസം ബ്രീഫായിട്ട് ഞാൻ പറയാം. തുടക്കം നമ്മുടെ എക്സ്ട്രിൻസിക് അപ്പോപ്റ്റോസിസ് പോലെ തന്നെയാണ്. എക്സ്ട്രിൻസിക് അപ്പോപ്റ്റോസിസിൽ നമ്മൾ പറഞ്ഞതാണ്, ഇത് സെല്ലാണെങ്കിൽ ഈ സെല്ലിൽ ഇവിടെ റിസപ്റ്റർ ഉണ്ട്. അതിന്റെ പേര് TNF റിസപ്റ്റർ എന്നാണ്. TNF റിസപ്റ്റർ. ആൻഡ് ഇതിൽ ലിഗൻഡ്, TNF ലിഗൻഡ് ആയിരിക്കും വന്ന് ചേരുക അല്ലെ. TNF ലിഗൻഡ് ഇത് ഇവിടെ വന്ന് ഒട്ടിച്ചേരും. ഇത് പകരം വേണമെങ്കിൽ എന്താകാം? ഫാസ് ലിഗൻഡ് ആകാം. അപ്പോൾ ഫാസ് റിസപ്റ്റർ ആയിരിക്കും എന്ന് മാത്രം. ഓക്കെ. സോ എന്തായാലും ഇത് ഒട്ടിച്ചേരുന്നു. ആൻഡ് ഇതൊരു 3 റിസപ്റ്ററുകൾ കൂടി ചേർന്നാണ്. അപ്പൊ 3 ഇവിടെ വന്ന് ഒട്ടിച്ചേരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. ആൻഡ് ഇതിന്റെ അടിയിലുള്ള ഈ ഭാഗം ഇൻട്രാസെല്ലാർ ഡൊമൈനെ നമ്മൾ എന്തായിരുന്നു വിളിച്ചിരുന്നത്? ഡെത്ത് ഡൊമൈൻ എന്നൊക്കെയാണ് നമ്മൾ അവിടെ പറഞ്ഞത്. സോ ഇൻട്രാസെല്ലാർ ഡൊമൈനിൽ ഇവിടെ ചില അഡാപ്റ്റർ പ്രോട്ടീൻസ്, വെൽ മെംബ്രെയിൻ സെല്ലിനകത്തുള്ള സൈറ്റോപ്ലാസത്തിലുള്ള ചില അഡാപ്റ്റർ പ്രോട്ടീൻസ് ഇവിടെ വന്ന് ഒട്ടിച്ചേരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ. ഈ പ്രോട്ടീന്റെ പേരാണ് 1RIP. ഉണ്ട് RIP3. കൈനേസസ് 1 and 3 ആണ്. റിപ്പ് മീൻസ് റെസ്റ്റ് ഇൻ പീസ് അല്ല, ഇറ്റ് ഈസ് റിസപ്റ്റർ ഇന്റർ
ഇന്ററാക്ഷൻ പ്രോട്ടീൻസ് ആണ്. R for receptor, I for interaction, interacting, P for protein. റിസപ്റ്റർ ഇന്ററാക്ടിംഗ് പ്രോട്ടീൻസ് അഡാപ്റ്റർ പ്രോട്ടീൻ ആണ്. അത് 1ഉം 3ഉം വന്ന് ഒട്ടിച്ചേരും. ഇതിനോടൊപ്പം അടുത്ത ആളുടെ പേര് പറയുമ്പോൾ നിങ്ങൾ ഞെട്ടണ്ട, അതിന്റെ പേര് പ്രോ കാസ്പേസസ് 8 ആണ്. കാസ്പേസ് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ പ്രോ കാസ്പേസസ് 8 വന്ന് ചേരുന്നുണ്ട്. സോ ഇതെല്ലാം ലൈക്ക് എക്സ്ട്രിൻസിക് അപ്പോപ്റ്റോസിക് പാത്വേ പോലെ തന്നെയാണ് ഇതുവരെ, മൊത്തം ഒരു വ്യത്യാസവും ഇല്ല. ആൻഡ് ഇതിനെ നമ്മൾ വിളിക്കുക എന്തായിരിക്കും? ഇതിനെ നമുക്ക് നെക്രോസോം എന്ന് വിളിക്കാം, നെക്രോസോം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇൻവോൾവ്മെന്റ് ഓഫ് റിപ്പോർട്ടോസോം എന്ന് വിളിക്കാം. RIP പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് റിപ്പോർട്ടോസോം എന്ന് വിളിക്കും. പക്ഷെ ഇവിടെ വ്യത്യാസം എന്താ വെച്ചാൽ മറ്റേതിനകത്ത് ഇൻ എക്സ്ട്രിൻസിക് അപ്പോപ്റ്റോസിസ് പാത്വേയില് ഈ പ്രോ കാസ്പേസസ് ബിക്കം കാസ്പേസ് 8 ആയിട്ട് മാറുന്നുണ്ട്. ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ പകരം ദിസ് റിപ്പ് പ്രോട്ടീൻസ് പകരം MLKL പോലെയുള്ള ചില സൈറ്റോപ്ലാസ്മിക് പ്രോട്ടീനുകളെ ആക്ടിവേറ്റ് ചെയ്യും. സോ ദിസ് ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നു, അപ്പോൾ ഇത് ആക്റ്റീവ് ആകുന്നു. സോ ദിസ് MLKL ആക്ടിവേഷൻ ക്യാൻ ലീഡ്സ് ടു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചേഞ്ചസ്. ഒന്ന് ഡിക്രീസ്ഡ് ATP ഉണ്ടാക്കാം, ഒരുപാട് ഇൻട്രാസെല്ലുലാർ മോളിഫിക്കേഷൻസ് പാത്വേക്ക് നടക്കുന്നുണ്ടാകും, നമ്മളെല്ലാം പറയുന്നില്ല. ഇൻക്രീസ്ഡ് റിയാക്റ്റീവ് ഓക്സിഡേഷൻ, സോ ROS കൂടുതലുണ്ടാകുന്നു, ഡിക്രീസ് ATP. ആൻഡ് ദിസ് MLKL ഇവിടെ പോയി സെൽ മെംബ്രെയിനിൽ ഡയറക്റ്റ് പോയിട്ട് പല പരിപാടികൾ ചെയ്യാൻ പറ്റും. ദിസ് ക്യാൻ ഡാമേജ് ദ സെൽ മെംബ്രെയിനെ ഡാമേജ് ചെയ്യും. സോ അപ്പോൾ ഇവിടെ ഇനി ഉണ്ടാവുന്നത് മോർഫോളജി എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ദിസ് ക്യാൻ കോസ് ഇൻഫ്ലമേറ്ററി ചേഞ്ച് ആണ് സെല്ലിൽ നടക്കുക. സോ സെൽസ് ക്യാൻ അണ്ടർഗോ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ്. അതുകൊണ്ടാണ് നമ്മളിവിടെ നെക്രോ എന്നുള്ള വാക്ക് ചേർത്തത്. സോ സെൽ മെംബ്രെയിൻ ഡാമേജ് ഉണ്ടാകുമ്പോൾ സെല്ലിനകത്തേക്ക് വാട്ടർ അകത്തേക്ക് കയറുമ്പോൾ സ്വെൽ ചെയ്യും, സെൽസ് വിൽ സ്വെൽ. ഓക്കെ, ഇൻഫ്ലമേഷൻ ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു. സോ ഇതാണ് നെക്രോപ്റ്റോസിൽ ചുരുക്കി പറഞ്ഞാൽ സംഭവിക്കുക. സോ സെൽ മോർഫോളജി നോക്കിയാൽ നമുക്ക് നെക്രോസിന് സിമിലർ ആണ്. സോ ഇറ്റ് ഈസ് സിമിലർ ടു നെക്രോസിസ്. പാത്വേ നോക്കി കഴിഞ്ഞാൽ പകുതി വരെയെങ്കിലും ഇറ്റ് ഈസ് കൺസേർവ്ഡ് ഓർ ഷെയർഡ് വിത്ത് എക്സ്ട്രിൻസിക് അപ്പോപ്റ്റോസിസ് പാത്വേ. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ നെക്രോപ്റ്റോസിസ് എന്ന് വിളിക്കുക. സോ സെൽ സ്വെല്ലിംഗ് ഉണ്ട്, ഇൻഫ്ലമേഷൻ ഉണ്ട്, അതുകൊണ്ട് നെക്രോസിസ്. ഈ പാത്വേ ഉള്ളതുകൊണ്ട് ദിസ് ഇസ് അപ്പോപ്റ്റോസിസ് പാത്വേ. സോ ദിസ് ഇസ് നെക്രോപ്റ്റോസിസ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തേത് പൈറോറ്റോസിസിലേക്ക് വന്നാൽ, പൈറോ മീൻസ് എന്താണ്? പൈറോ എന്ന് വെച്ചാൽ തീ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ പനി ആണ് പൈറോ, അല്ലെ? പൈറജൻസ് വിച്ച് ക്യാൻ കോസ് ഫീവർ. സോ ടോസിസ് ഫോളിംഗ് ഓഫ്. സോ ഇതും പ്രോഗ്രാംഡ് സെൽ ഡെത്ത് തന്നെയാണ്, പ്രോഗ്രാംഡ് സെൽ ഡെത്ത് തന്നെയാണ് ഇത്. സോ ഇതിനെ നമ്മൾ പ്രോഗ്രാംഡ് സെൽ ഡെത്ത് വിത്ത് ഇൻഫ്ലമേഷൻ, PCD വിത്ത് ഇൻഫ്ലമേഷൻ എന്നായിരിക്കും നമ്മൾ വിളിക്കുക. PCD വിത്ത് ഇൻഫ്ലമേഷൻ. സോ പ്രോഗ്രാംഡ് അപ്പോപ്റ്റോസിസിന്റെ പാത്വയാണ്, അതിന്റെ സിഗ്നലിംഗ് പാത്വേ എല്ലാം ഇതിനകത്തുണ്ട്. പക്ഷേ മോർഫോളജി ഈസ് ലൈക്ക് നെക്രോസിസ്. നെക്രോസിന്റെ മോർഫോളജി തന്നെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ അതിനകത്തുള്ള സെയിം മോർഫോളജി തന്നെയാണ് നെക്രോസിന്റെ മോർഫോളജിയാണ്, ബിക്കോസ് വി ടോക്ക് അബൌട്ട് ഇൻഫ്ലമേഷൻ. സോ ഇവിടെ രണ്ടാമത്തെ പോയിന്റ്, ഇതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇവിടെ കാസ്പേസസിന്റെ ആക്ടിവേഷൻ ഉണ്ട് എങ്കിൽ എന്തുകൊണ്ട് നമ്മൾ അപ്പോപ്റ്റോസിസ് എന്ന് വിളിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നമ്മൾ ഇനീഷ്യേറ്റഡ് കാസ്പേസസ് 8, 9 പറഞ്ഞു, ദെൻ എക്സിക്യൂഷണറി കാസ്പേസസ് 3, 6, 7 ഒക്കെയാണ് നമ്മൾ അപ്പോപ്റ്റോസിസിൽ പറഞ്ഞത്. അതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ വേറെ ചില കാസ്പേസസ് ആണ് ആക്ടിവേറ്റഡ് ആവുന്നത്, മറ്റു ചില സംഭവങ്ങളാണ് നടക്കുന്നത്. ഇവിടെ ആക്ടിവേറ്റഡ് ആകുന്നത് 1 കാസ്പേസസ് 1 ആണ്, 2 കാസ്പേസസ് 11 ആണ് പ്രധാനപ്പെട്ടത്, 4ഉം 5ഉം ഉണ്ട്. കാസ്പേസസ് 4 and 5 ഈസ് ഓൾസോ ദർ. ഓക്കെ, സോ ഡിഫറെന്റ് കാസ്പേസസ് ആണ്, പ്ലസ് ഇൻഫ്ലമേഷനും ഉണ്ട്. സോ അപ്പൊ ഇതിന്റെ മെക്കാനിസം പറഞ്ഞാൽ, ഇത് ഒരു സെൽ ആണെങ്കിൽ, ഞാൻ സെല്ലിനെ വലുതായിട്ട് അങ്ങ് വരയ്ക്കുകയാണ്, സെൽ ആണെങ്കിൽ സർട്ടൻ ആന്റിജൻസിനുമായിട്ട് സെൽ കോണ്ടാക്ട് വരുമ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതാണ് ഇതിന്റെ ഒരു മെക്കാനിസം. സോ നമുക്ക് ഈ ആന്റിജൻ, ഒരു ബാക്ടീരിയൽ ആന്റിജനെ ഉദാഹരണത്തിന് ഫ്ലാജെല്ലിൻ എന്ന് പേര് കൊടുക്കാം. ഫ്ലാജെല്ലിൻ എന്ന് പറയുന്ന ആന്റിജൻ ആണ് വരുന്നതെന്ന് കൺസിഡർ ചെയ്യാം. ആൻഡ് ഈ ആന്റിജൻ ഇതാണ് ഈ ആന്റിജൻ. ഈ ആന്റിജൻ സെൽ മെംബ്രെയിനിലെ ഒരു റിസപ്റ്റർ ആൻഡ് റിസപ്റ്റർ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാം. ആൻഡ് ഈ റിസപ്റ്ററുടെ പേരാണ് ടോൾ ലൈക്ക് റിസപ്റ്റർ. ടോൾ ലൈക്ക് റിസപ്റ്റർ TLR എന്ന് പറയുന്ന റിസപ്റ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. എന്താണ് ടോൾ ലൈക്ക് റിസപ്റ്റർ? ദീസ് ആർ പാറ്റേൺ റെക്കഗ്നിഷൻ റിസപ്റ്റേഴ്സ് ആണ്. ഒട്ടിച്ചേരുന്ന ലിപ്പോപോളിസാക്കറൈഡ്സ് ബാക്ടീരിയയിലേക്കാണെങ്കിൽ അതൊക്കെ നമ്മുടേതാണോ അല്ലയോ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന തരം റിസപ്റ്ററാണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. സോ ഇത് ആന്റിജൻ ഇവിടെ വന്ന് ഒട്ടിച്ചേരുന്നു എന്ന് വിചാരിക്കുക. ആൻഡ് ഇത് ഇവിടെ വന്ന് ഒട്ടിച്ചേരുമ്പോൾ ഇവിടെ ഉള്ള പ്രോസസ് മൂലം പ്രോകാസ്പേസസ് 11 ബിക്കം കാസ്പേസസ് 11 ആയിട്ട് ആക്ടിവേറ്റഡ് ആവും. സോ ആക്ടിവേഷൻ ഓഫ് പ്രോകാസ്പേസസ് 11 ആണ് ഇവിടെ നടക്കുക. പ്രോകാസ്പേസസ് 11 ആയി കഴിഞ്ഞാൽ കാസ്പേസസ് 11 ക്യാൻ മേക്ക്, ഇതുവഴി ഉണ്ടാക്കുന്ന സാധനമാണ് GSDMD, ഓർ അതിനെ നമ്മൾ വേറെ പേര് വിളിക്കാം ഗ്യാസ്ഡെർമിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ്. ഗ്യാസ്ഡെർമിൻ ഉണ്ടാവും. ആൻഡ് ദിസ് ഗ്യാസ്ഡെർമിൻ ക്യാൻ മേക്ക് പോർസ്. ഇവിടെ തുള ഉണ്ടാക്കാൻ പറ്റും, സെൽ മെംബ്രെയിനിൽ പോർ ഉണ്ടാക്കാൻ പറ്റും. സോ സെൽ മെംബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കാം. സോ സെൽ എന്ത് ചെയ്യും? സെൽ വിൽ സ്വെൽ, സെൽ വീർക്കും. മെംബ്രെയിൻ ഡാമേജ് ഉണ്ടാകുന്നു.
ആൻഡ് ഓൾസോ ദിസ് ക്യാൻ കോസ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം. ഇനി രണ്ടാമത്തെ കേസ്, ഈ ആന്റിജൻ, ഈ പറയുന്ന ആന്റിജൻ ഫ്ലജല്ലിന് നമ്മുടെ സെൽ മെംബ്രെയിൻ കടന്ന് അകത്ത് കയറാൻ പറ്റി എന്ന് കരുതുക. അകത്ത് കയറി കഴിഞ്ഞാൽ മറ്റൊരു പാറ്റേൺ റെക്കഗ്നിഷൻ റിസപ്റ്റർ, അപ്പോൾ സൈറ്റോപ്ലാസത്തിനകത്തുള്ളതാണ്, ഇൻസൈഡ് ദ സൈറ്റോപ്ലാസം, അതിന്റെ പേര് NLR എന്നാണ്. നോഡ് ലൈക്ക് റിസപ്റ്റർ ആയിട്ട് ഇന്ററാക്ട് ചെയ്യും. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഇൻഫ്ലമോസോൺ എന്ന് പറയുന്ന സംഭവമായി. ആൻഡ് ദിസ് ക്യാൻ ആക്ടിവേറ്റ്, ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് പ്രോകാസ്പേസസ് തന്നെയാണ്. 1നെ ആക്ടിവേറ്റ് ചെയ്യാം, പ്രധാനമായിട്ട് 1 ആണ്. ദെൻ ഓൾസോ 4 and 5, 4നെയും 5നെയും കൂടി ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അകത്ത് കടന്നു കഴിഞ്ഞാൽ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് പ്രോകാസ്പേസസ് 1നെ 1 ആക്കി, കാസ്പേസസ് 1 ആക്കി. സോ ഇവിടെ കാസ്പേസസ് 1 ആയി മാറി എന്ന് വിചാരിച്ചു. ദിസ് കാസ്പേസസ് 1 ക്യാൻ ആക്ടിവേറ്റ് ഓർ ഗ്യാസോഡെർമിൻ വഴി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, സ്വെല്ലിംഗ്, അങ്ങനെയൊക്കെയുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റും. മാത്രമല്ല ദിസ് ക്യാൻ ആക്ടിവേറ്റ് അതർ സൈറ്റോകൈൻസ്, മറ്റ് ചില സൈറ്റോകൈൻസിനെ ആക്ടിവേറ്റ് ചെയ്യും. പേര് പൈറോ എന്നാണ്. ഇതുവരെ എന്തുകൊണ്ടാണ് പൈറോ എന്ന് നമ്മൾ പറഞ്ഞില്ല. സോ ദിസ് സൈറ്റോകൈൻസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രോ ഇന്റർലൂക്കിൻ 1 ആണ് ആൻഡ് ഓൾസോ ഇന്റർലൂക്കിൻ 18. സോ പ്രധാനം പ്രോ ഇന്റർലൂക്കിൻ 1 ആണ്. അതിനെ മാറ്റി ഇന്റർലൂക്കിൻ 1 ആക്കി മാറ്റിയാൽ ദിസ് ഇന്റർലൂക്കിൻ 1 വഴി സെൽ ഡാമേജ് ഉണ്ടാകുമ്പോൾ ദിസ് ക്യാൻ കോസ് റിലീസ് ഫീവർ ഒക്കെ ഉണ്ടാകും. സോ അതുകൊണ്ടാണ് ഫീവർ, പനി ഉണ്ടാകുന്നത്. പൈറോപ്റ്റോസിസ് അതാണ്, ഫീവർ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മൂലം അപ്പോൾ ഫീവർ ഒക്കെ ഉണ്ടാകുന്നതിന്റെ ഒരു കാരണം കൂടിയാണ്. സോ ആൻഡ് ഓൾസോ ല്യൂക്കോസൈറ്റ് റിക്രൂട്ട്മെന്റ്, ആ ഭാഗത്തേക്ക് കൂടുതലായിട്ട് ല്യൂക്കോസൈറ്റ്സിനെ കൊണ്ടുവരാനും വരും. സോ ഇന്റർലൂക്കിൻ 1 ഈസ് ഓട്ടോ ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ഉണ്ടാകാം. സോ ബിക്കോസ് ഓഫ് ദിസ് ഇന്റർലൂക്കിൻ 1 ദിസ് ക്യാൻ കോസ് ഓട്ടോ ഇൻഫ്ലമേറ്ററി സിൻഡ്രോംസ് പോലെയൊക്കെ ഉണ്ടാകും. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പൈറോ എന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചത്. സോ ദിസ് ഓൾസോ അനദർ പാത്വേ, അപ്പോപ്റ്റോസിസ് പാത്വേ തന്നെയാണ്. ദിസ് കോസസ് സ്വെല്ലിംഗ് ഓഫ് സെൽ ഉണ്ടാക്കാം, മെംബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കാം, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം. ഇനി മൂന്നാമത്തെ തരം അപ്പോപ്റ്റോസിസ് നമുക്ക് പറയാനുള്ളത് ഫെറോപ്റ്റോസിസ് ആണ്. സോ ഫെറോ, FER. സോ ദിസ് ഈസ് ബിക്കോസ് ഓഫ് ഫ്രീ റാഡിക്കൽസ് മൂലം, പ്രത്യേകമായിട്ട് അയേണിൽ നിന്നാണ്. അയൺ നമുക്ക് ഫെറസ്ഫെറിക് എന്നൊക്കെ പറയാം, അപ്പോഴും ഫെർ ഉണ്ട്. ആൻഡ് ഇത് ഉണ്ടാവുന്നത് ഫെൻഡോൺ റിയാക്ഷൻ വഴിയാണ് എന്ന് നമുക്ക്, അയണിൽ നിന്ന് ഫെൻഡോൺ റിയാക്ഷൻ വഴിയാണ് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നത്. സോ ഫ്രീ റാഡിക്കൽസ് മൂലം, പ്രത്യേകമായ അയണിൽ നിന്ന് ഫെൻഡോൺ റിയാക്ഷൻ വഴി ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ് മൂലമുള്ള പ്രോഗ്രാംഡ് സെൽ ഡെത്ത് ആണ് ഫെറോപ്റ്റോസിസ്. സോ ദിസ് ഇസ് ഓൾസോ എ പ്രോഗ്രാംഡ് സെൽ ഡെത്ത് തന്നെയാണ്. ബിക്കോസ് ഓഫ് അയേൺ ആണ്, ഫെറസ് ആണ്, അല്ലെങ്കിൽ ഫെൻഡോൺ റിയാക്ഷൻ വഴി ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ് മൂലമാണ്. അയേൺ മെറ്റബോളിസം വഴി ഉണ്ടാകുന്ന പ്രശ്നമാണ്. സോ ദിസ് കോസസ് സെൽ ഡെത്ത്. അയേൺ മെറ്റബോളിസത്തിന്റെ കൂടുതൽ വഴി ഉണ്ടാകുന്ന സെൽ ഡെത്ത്. ആൻഡ് ഇവിടെ മോർഫോളജി നോക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി പർട്ടിക്കുലർ കാര്യങ്ങൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ സെല്ലിന്റെ സൈസ് നോർമലാണ്. ഇങ്ങനെയുള്ള സെല്ലാണെങ്കിൽ മരിക്കുമ്പോഴും ഇത് തന്നെ. ഇവിടെ സ്വെല്ലിംഗ് ഇല്ല, ഷ്രങ്കണുമല്ല, അപ്പോപ്റ്റോസിസിലെ അല്ല, എന്നാൽ നെക്രോസിസിലെയും നോർമലാണ്. ന്യൂക്ലിയസ് നോക്കിയാലോ, ന്യൂക്ലിയസ് നോക്കിക്കഴിഞ്ഞാലും ദാറ്റ് ഈസ് ഓൾസോ നോർമൽ ആണ്. ന്യൂക്ലിയർ മെറ്റീരിയൽ ഈസ് ഓൾസോ നോർമൽ. രണ്ടാമത്തെ പോയിന്റ് ഇതിനകത്ത് അതാണ്, ന്യൂക്ലിയർ മെറ്റീരിയൽ നോർമൽ. സെൽ മെംബ്രെയിനോ അതും നോർമലാണ്. സോ സെൽ മെംബ്രെയിൻ ഈസ് നോർമൽ. സോ സെൽ സൈസ് നോർമലാണ്, ന്യൂക്ലിയർ മെറ്റീരിയൽ നോർമലാണ്, സെൽ മെംബ്രെയിനും നോർമലാണ്. സോ നെക്രോസിസിൽ ഇങ്ങനെയല്ല, നെക്രോസിസ് സ്വെല്ലിംഗ് ആയിരുന്നു, മറ്റതിനകത്ത് ഷ്രങ്കണാണ്, ഇതിനകത്ത് പിക്നോസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നുമില്ല. സോ നെക്രോസും അല്ല, അപ്പോപ്റ്റോസും അല്ല. സോ ദർ ഇസ് ഡാമേജ് ടു മൈറ്റോകോൺട്രിയ. പക്ഷെ ഡാമേജ് എവിടെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ടു മൈറ്റോകോൺട്രിയയിലാണ് ഡാമേജ്. ഇവിടെ മൈറ്റോകോൺട്രിയയിലെ ക്രിസ്റ്റയുടെ എണ്ണം കുറയുന്നു. ഇത് മൈറ്റോകോൺട്രിയ വരയ്ക്കുകയാണെങ്കിൽ, ജസ്റ്റ് വരയ്ക്കുകയാണെങ്കിൽ ഈ ക്രിസ്റ്റയുടെ എണ്ണമാണ് കുറയുന്നത്. ഈ ക്രിസ്റ്റ, ഈ ക്രിസ്റ്റയുടെ എണ്ണം കുറയുന്നു. മൈറ്റോകോൺട്രിയയുടെ ഔട്ടർ മെംബ്രെയിൻ പൊട്ടുന്നു. ഇതാണ് ഔട്ടർ മെംബ്രെയിൻ, ഇത് പൊട്ടുന്നു. ആൻഡ് ഇൻക്രീസ്ഡ് മൈറ്റോകോൺട്രിയൽ ഡെൻസിറ്റി, കാൽഷ്യം ഡെപ്പോസിഷൻ ഒക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ആൻഡ് മൈറ്റോകോൺട്രിയ മൊത്തത്തിൽ ഇത്രയിടുന്ന മൈറ്റോകോൺട്രിയ ഇങ്ങനെ കുഞ്ഞാകുന്നു എന്ന് നമ്മൾ. സോ ഇതാണ് ഇവിടെ സംഭവിക്കുക മോർഫോളജിയിൽ. ആൻഡ് ഇവിടെ ബയോകെമിക്കലി എന്തൊക്കെയാണ് കുറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഗ്ലൂട്ടതയോൺ ഫോർമേഷൻ കുറയുന്നു. ഗ്ലൂട്ടതയോൺ ഫോർമേഷൻ കുറയുന്നു. ആൻഡ് ഓൾസോ ഗ്ലൂട്ടതയോൺ പെറോക്സിഡേസ് GPX4 റെഗുലേറ്റർ പ്രോട്ടീൻ, ഇതും ഗ്ലൂട്ടതയോൺ പെറോക്സിഡേസ് 4 എൻസൈമിന്റെയും കുറവുണ്ട്. സോ രണ്ട് ആൾക്കാർ കുറയുന്നു. സോ ഇത് രണ്ടും കുറയുമ്പോഴത്തേക്കും ദർ ഈസ് ലിപ്പിഡ് പെറോക്സിഡേഷൻ ഉണ്ടാവുന്നു. ലിപ്പിഡ് പെറോക്സിഡേഷൻ നമ്മൾ സാധാരണ എഴുതുക LOOH. ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നു എന്നുള്ളത്. സോ അപ്പോൾ ഇവിടെ നമ്മുടെ മാർക്കർ, ഇതിന്റെ മാർക്കർ പ്രോട്ടീൻ 1 എന്ന് പറയുന്നത് ലിപ്പിഡ് പെറോക്സിഡേസ് ആണ്. സോ ലിപ്പിഡ് പെറോക്സിഡേസ് കൂടിയാൽ അപ്പോൾ നമുക്ക് ഫെറോപ്റ്റോസിസ് മൂലമുള്ള മരണമായിട്ട് കണക്കാക്കാൻ പറ്റും. ആൻഡ് മാർക്കർ ഓഫ് റെഗുലേറ്റർ പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചാൽ GPX4 ആണ്. ഗ്ലൂട്ടതയോൺ പെറോക്സിഡേസ് 4 ആണ്, അതും കുറയുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മെക്കാനിസം ഒന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഇത് സെൽ ആണെങ്കിൽ നമ്മുടെ സെല്ലിനകത്തേക്ക് കൂടുതൽ
കൂടുതൽ അയൺ കയറാനായിട്ട് പ്രത്യേക പ്രോട്ടീൻ വേണം. സോ ഇതുവഴി കൂടുതൽ അയൺ കയറുന്നു. സെല്ലിനകത്ത് അയൺ കയറുന്നത് ഫെറിക് ആയിട്ടാണ്, Fe3+ ആയിട്ടാണ് കയറുന്നത്. ഫെറിക് ഫോമിലെത്തുന്നു, അത് ഫെറസ് ഫോമിലേക്ക് മാറുന്നു, നമുക്കറിയാം. ആൻഡ് ഇത് ഹൈഡ്രജൻ പെറോക്സൈഡുമായിട്ട് കൂടിച്ചേരുന്നു, അതാണ് ഫെൻറ്റോൺ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഹൈഡ്രോക്സിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകും. സോ ഹൈഡ്രോക്സിൽ ഫ്രീ റാഡിക്കൽസ് ഫോർമേഷൻ ഇവിടെ നടക്കും. ആൻഡ് ദിസ് ഹൈഡ്രോക്സിൽ ഫ്രീ റാഡിക്കൽസ് എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിപിഡ് പെറോക്സിഡേഷൻ ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ ഉണ്ടാകുന്നത് LOH ഇതാണ് ഉണ്ടാവുക, ലിപിഡ് പെറോക്സൈഡ്സ്. ആൻഡ് ദിസ് ഈസ് ഹാംഫുൾ സാധനമാണ്, ശരീരം ഇത് സൂക്ഷിക്കാൻ ശ്രമിക്കാറില്ല. ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അയൺ കൂടുതലാകുമ്പോൾ അയണിന്റെ പ്രസൻസിൽ സെൽ മെമ്പറിലുള്ള പോളി അൺസാച്ചുറേറ്റഡ് പോളി ഫാറ്റി ആസിഡ്സ് എന്തായിട്ട് മാറുന്നുണ്ട്. ദിസ് ഈസ് കൺവേർട്ടഡ് ടു ഫോസ്ഫാറ്റിഡൈൽ എത്തനോളമിൻ PE, ഫോസ്ഫാറ്റിഡൈൽ എത്തനോളമിൻ പുഫ ആയിട്ട് മാറുന്നുണ്ട്. ആൻഡ് ദിസ് വിൽ അണ്ടർഗോ ലിപ്പോക്സിജനേസ് റിയാക്ഷൻ വഴി അയണിന്റെ പ്രസൻസ് ഒക്കെ ഉണ്ടാകും. ഇതും ലിപ്പിഡ് പെറോക്സിഡേഷൻ നടത്തുന്നുണ്ട്. സോ ദിസ് ഈസ് ഹാംഫുൾ, സാധനം ഹാംഫുൾ ആണ് എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ലിപ്പിഡ് പെറോക്സൈഡ് ഉണ്ടായാൽ അതിനെ നമ്മൾ മാറ്റുന്നത് ആൽക്കഹോളിക് ആക്കി മാറ്റണം, OH ആക്കി മാറ്റുക, അങ്ങനെ ഇതിനെ നോൺ ടോക്സിക് ആക്കിയാണ് മാറ്റുക. ഓക്കെ, സോ ഇത് മാറ്റാനായിട്ട് ആര് വേണം എന്ന് ചോദിച്ചാൽ അവിടെയാണ് നമുക്ക് ഗ്ലൂട്ടത്തയോൺ പെറോക്സിഡേസ് GPX4 ആണ് ഇത് ചെയ്യുക. ഗ്ലൂട്ടത്തയോൺ പെറോക്സിഡേസ് ഉണ്ടെങ്കിൽ ഇത് നോൺ ഹാംഫുൾ ആക്കി മാറ്റും. അപ്പോൾ ഗ്ലൂട്ടത്തയോൺ പെറോക്സിഡേസ് ഇതിനോടൊപ്പം തന്നെ വേറൊരാളാക്കി മാറ്റുന്നുണ്ട്. അത് റെഡ്യൂസ്ഡ് ഗ്ലൂട്ടത്തയോൺ GSG എന്ന് GSH എന്ന് നമുക്ക് എഴുതാം. ഇതിനെ വേറൊരാളാക്കി മാറ്റുന്നത് GSSG ഓക്സിഡൈസ്ഡ് ഫോമിലേക്ക് ആക്കി മാറ്റുന്നതും GPX4 ആണ്. ഈ GSH ഇതിനകത്തേക്ക് കയറണമെങ്കിൽ നമുക്കറിയാം സിസ്റ്റീൻ വേണമെന്നറിയാം. സിസ്റ്റീൻ അകത്തേക്ക് കയറണമെങ്കിൽ ആര് പകരം പുറത്തേക്ക് പോകണം? ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ട്. ഗ്ലൂട്ടമേറ്റ് പുറത്തേക്ക് പോകുമ്പോഴാണ് സിസ്റ്റീൻ അകത്തേക്ക് കയറുന്നത്. സോ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റെപ്പുണ്ട്. എന്തായാലും അയൺ കൂടിയ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. സോ അയൺ സെൽസിൽ കയറുകയോ അയൺ കൂടുതലായിട്ട് കൂടിക്കഴിഞ്ഞാൽ ലിപ്പിഡ് പെറോക്സിഡേഷൻ നടക്കാം. ഇതിന്റെ എമൗണ്ട് കുറഞ്ഞാലും പ്രശ്നമാണ്. ഇവിടെ കൂടുതലായിട്ട് റിയാക്ഷൻ നടന്നാലും പ്രശ്നമാണ്. ഇതിനെ നമ്മൾ സിസ്റ്റം XC എന്നാണ് പറയുന്നത്. ഈ സിസ്റ്റം XC തകരാറിലായാലും ഇത് കുറഞ്ഞാലും ഇവിടെ കൂടിയാലും അയൺ കൂടുതലായിട്ട് ഇങ്ങോട്ട് കയറിയാലും ദീസ് ഓൾ ക്യാൻ പ്രൊഡ്യൂസ് വാട്ട് ലിപ്പിഡ് പെറോക്സിഡേഷൻ കൂടുതലായിട്ട് നടക്കാം. ലിപ്പിഡ് പെറോക്സൈഡ്സ് കൂടുതലായിട്ട് ഫോം ചെയ്യും. ആൻഡ് ദിസ് ക്യാൻ ലീഡ്സ് ടു ഫെറോപ്റ്റോസിസ്. ഇത് ഫെറോപ്റ്റോസിസ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാക്കാം. സോ ഇങ്ങനെയാണ് അകത്ത് സെൽ മെമ്പറിനകത്തുള്ള ലിപ്പിഡ് അല്ല, സെൽ മെമ്പറിനകത്ത് ലിപ്പിഡ് സംഭവമാണ്, ലിപ്പിഡ് ബൈലെയർ ആണ്. ഇതൊക്കെ നശിക്കാനുള്ള സാധ്യതയുണ്ട്. സോ വിവിധ തരം ക്യാൻസറുകളിലാണ് ഇത് ഇമ്പോർട്ടൻറ്റ്. ക്യാൻസേഴ്സ്, ഉദാഹരണത്തിന് കോളോറക്കൽ ക്യാൻസർ, പാൻക്രിയറ്റൈറ്റിസ്, ഗാസ്ട്രൈറ്റിസ്, ഹെപ്പാറ്റോസെല്ലാർ കാർസിനോമ, റീനൽ പസ്, അങ്ങനെയൊക്കെയുള്ള പലതരം ക്യാൻസറിൽ ഇതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ ഇൻ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് ലൈക്ക് ഏതൊക്കെയായിരുന്നു? പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ട്, അൾഷീമേഴ്സ് ഡിസീസ്, ദെൻ അങ്ങനെയൊക്കെയുള്ള മറ്റു പല ഡിസീസസ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇത് കൂടുതലായിട്ട് ഫെൻറ്റോൺ റിയാക്ഷൻ വഴി ഫെറോപ്റ്റോസിസ് എന്ന് പറയുന്ന സംഭവം കൂടുതലായിട്ട് നടക്കാം. സോ ലാസ്റ്റ് വൺ ഈസ് അനോയിക്കിസ് ആണ്. അനോയിക്കിസ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഹോം എന്നാണ് ഇതിന്റെ അർത്ഥം, വീടില്ലാത്ത അവസ്ഥ അല്ലെ, വിത്തൗട്ട് ഹോം. സോ ഇതൊരു പ്രോഗ്രാംഡ് സെൽ ഡെത്ത് തന്നെയാണ്, ഓൾമോസ്റ്റ് വെരി സിമിലർ ടു ഇൻട്രിൻസിക് മെക്കാനിസം. അപ്പൊ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. സോ ഇതിനെ ഐസൊലേഷൻ ഇൻഡ്യൂസ്ഡ് പ്രോഗ്രാം സെൽ ഡെത്ത് എന്ന് നമ്മൾ വിളിക്കാം. ഐസൊലേഷൻ ഇൻഡ്യൂസ്ഡ് പ്രോഗ്രാംഡ് സെൽ ഡെത്ത് എന്ന് നമ്മൾ വിളിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടാവുന്നത് ഒരു സെൽ അതിന്റെ സറൗണ്ടിങ് എക്സ്ട്രാ സെല്ലാർ മാട്രിക്സ്, ഇത് എക്സ്ട്രാ സെല്ലാർ മാട്രിക്സ് ആണ്, സെല്ലുകൾ ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് സെല്ലുകളാണ്. ഇവിടെ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുക എന്ന് വിചാരിക്കുക. ഈ സെൽ, ഇവിടെ ഇരിക്കുന്ന സെൽ ഇവിടെ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി പോയി എന്ന് വിചാരിക്കുക. സോ നാച്ചുറൽ എൻവയോൺമെന്റിൽ നിന്ന് സെൽ ഡിറ്റാച്ച് ആകുമ്പോൾ ദിസ് സെൽ ക്യാൻ അണ്ടർഗോ പ്രോഗ്രാംഡ് സെൽ ഡെത്ത് വഴി നശിക്കുന്നതാണ് എന്ത്? അനോയിക്കിസ് എന്ന് പറയും. സോ ഒരു സെല്ലിന്റെ ചുറ്റുമുള്ള എക്സ്ട്രാ സെല്ലാർ മാട്രിക്സിൽ ഇവിടെ കണക്ട് ചെയ്യുന്ന എന്തായിരുന്നു? ഇവിടെ കണക്ട് ചെയ്ത് വെക്കുന്നത് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഇന്റഗ്രിൻസ് ആണ് അല്ലെ. ഇന്റഗ്രിൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെൽ അഡിഷൻ മോളിക്യൂൾസ് ഇന്റഗ്രിൻസ് ആണ് അതിലൊരെണ്ണം. സോ സെൽ സർവൈവലിനുള്ള മെക്കാനിസം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദിസ് ക്യാൻ പ്രൊമോട്ട്, ഇന്റഗ്രിൻസ് ക്യാൻ പ്രൊമോട്ട് ഓർ ഇൻക്രീസ് സെൽ സർവൈവൽ മെക്കാനിസം സിഗ്നൽസ് ഒക്കെ ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ സെൽ ഡിറ്റാച്ച്ഡ് ആയി പുറത്തേക്ക് വിട്ടുപോയാൽ, ഈ ആങ്കറേജ് നഷ്ടപ്പെട്ടാൽ, ഇവിടെ പിടിച്ചിരിക്കുന്ന ഈ ആങ്കറേജ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ദിസ് ഇന്റഗ്രിൻസ് ക്യാൻ ആക്ടിവേറ്റ് നമ്മുടെ പ്രോ അപ്പോപ്റ്റോട്ടിക് പ്രോട്ടീൻസ്. ഏതൊക്കെയാണ്? കുറെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഇവിടെ പറയുന്നത് ബിം, ബിറ്റ്, അങ്ങനെയൊക്കെയുള്ള സംഭവം. ഓക്കെ, സോ ഇങ്ങനെയുള്ള പ്രോ അപ്പോപ്റ്റോട്ടിക് പ്രോട്ടീൻസിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് പറ്റും? അത് ബാക്കിയുള്ള അപ്പോപ്റ്റോസിസ് പ്രോസസ് ഇത്
ഇത് നമ്മൾ പഠിച്ചത് ഇൻട്രിൻസിക്കിലാണ്, ഇൻട്രിൻസിക് പാത്വേയിലാണ് നമ്മൾ ബിംബിഡ് ഒക്കെ പറഞ്ഞത്. സോ അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. സോ അവിടെ നടക്കുന്നത് അപ്പോൾ ഇൻട്രിൻസിക് ആക്ടിവേഷൻ പാത്വേ ആണ്. പക്ഷെ നടക്കാനുള്ള ആക്ടിവേഷൻ ഈസ് ബൈ സം അതർ മെക്കാനിസംസ് ആണ്. സോ അപ്പോൾ സെൽ ഡെത്ത്. സോ അപ്പോൾ നമ്മൾ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? നെക്രോപ്റ്റോസിസ് പറഞ്ഞു, പൈറോപ്റ്റോസിസ് പറഞ്ഞു, ദെൻ ഫെറോപ്റ്റോസിസ് പറഞ്ഞു, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അനോയിക്കിസ്. സോ ഇതെല്ലാം ദീസ് ഓൾ ആർ വെരി റിലേറ്റഡ് ടു അപ്പോപ്റ്റോസിസ്. പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് അതർ ഫോംസ് ഓഫ് സെൽ ഡെത്ത്, അതർ ഫോംസ് ഓഫ് സെൽ ഡെത്ത് ലാണ് നമ്മൾ ഡിസ്കസ്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.